ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാമ്പുമേക്കാട്ടുമന, വിശ്വാസവും ഐതിഹ്യവും ചേർന്ന ദിവ്യസന്നിധി. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കേരളത്തിലെ സർപ്പാരാധനയുടെ ഏറ്റവും പ്രാചീനവും അത്ഭുതങ്ങളും നിറഞ്ഞ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ പാമ്പുമേക്കാട്ടുമന. 1000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യവും അനവധി വിശ്വാസങ്ങളും ഇന്നും ജീവിച്ചു നിൽക്കുന്ന ഈ മന ഭക്തർക്കും ചരിത്രാന്വേഷികൾക്കും ഒരുപോലെ കൗതുകത്തിൻ്റെ ലോകമാണ്. മനയുടെ കവാടം കടന്നാൽ തന്നെ ഒരു പ്രത്യേക ആത്മീയത മനസ്സിനെ സ്പർശിക്കും. പുരാതന വൃക്ഷങ്ങളുടെ തണലും നാഗരൂപങ്ങളാൽ അലങ്കരിച്ച പഴമയുടെ ഭിത്തികളും എണ്ണവിളക്കുകളുടെ മൃദുല പ്രകാശവും ചേർന്ന് ഒരു അത്ഭുത അനുഭവം പകരുന്നു. ഐതിഹ്യങ്ങൾ പറയുന്നത് ഇങ്ങനെ: ഒരിക്കൽ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുകയായിരുന്ന മേക്കാട്ടുമനയിലെ മൂത്ത നമ്പൂതിരി തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദീർഘകാലം ഭജനമിരുന്നു. അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ ഭക്തിയിൽ പ്രസന്നനായ സർപ്പരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. വാസുകി തൻ്റെ കൈവശമുണ്ടായിരുന്ന ദിവ്യമാണിക്യക്കല്ല് അനുഗ്രഹത്തിനായി നൽകി. തൻ്റെ സാന്നിധ്യം എന്നും ആ മനയിൽ ഉണ്ടാകുമെന്ന് വരം നൽകി എന്നും വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് മേക്കാട്ടുമന എന്ന പേര് പാമ്പുമേക്കാട്ടുമനയായി അറിയപ്പെടുന്നത്. ഇന്നും ഇവിടെ പാലിക്കപ്പെടുന്ന ചില വിശിഷ്ട ആചാരങ്ങൾ: നാഗങ്ങളെ കുടുംബാംഗങ്ങളെ പോലെ ആദരിക്കുന്നു. അടുക്കളയ്ക്ക് പുറമെ മറ്റൊരിടത്തും തീ കത്തിക്കാറില്ല. മനപ്പറമ്പ് ഉഴുതുമറിക്കുകയോ കിളയ്ക്കുകയോ ചെയ്യില്ല. മനയിലെ സർപ്പങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നാഗങ്ങൾ അനുഗ്രഹിക്കാൻ എത്തുമെന്ന വിശ്വാസവും ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരു നാഗവും വിട പറയും എന്ന വിശ്വാസവും ഇന്നും ഈ മനയിൽ നിലനിൽക്കുന്നു. മനയുടെ കിഴക്കിനിയിൽ വാസുകിയുടെയും നാഗയക്ഷിയുടെയും സാന്നിധ്യത്തിൽ ഒരു കിടാവിളക്ക് നിത്യമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു.